കാര്യസാധ്യത്തിന് ഒരു ക്ഷേത്രം. തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രീ കുടൽമാണിക്യ സ്വാമി ക്ഷേത്രം ഒരു ഭരതക്ഷേത്രമാണ്. അവിടെ ഇരിഞ്ഞാലക്കുടക്കാരുടെ അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കുട എന്ന ദേശത്തിൻ്റെ അഭിമാനമായ ശ്രീ സംഗമേശൻ എന്നാണ് ആ ഭഗവാനെ നമ്മൾ വിളിക്കുന്നത്. ഭഗവാൻ അറിയപ്പെടുന്ന അങ്ങനെയാണ്, അല്ലെങ്കിൽ സംഗമേശ്വര അല്ലെങ്കിൽ സംഗമേശൻ എന്നൊക്കെയാണ് നമ്മൾ ഭഗവാനെ വിളിക്കുന്നത്. ഭരതക്ഷേത്രമാണ്. ശ്രീരാമൻ്റെ അനിയൻ ആയ ഭരത ഭഗവാന്റെ പാദസേവ ചെയ്ത്, അതായത് വനവാസത്തിന് പോയ ഭഗവാന്റെ പാദസേവ ചെയ്യുന്നൊരു സങ്കല്പമാണ് അവിടെ. അതല്ലെങ്കിൽ തിരിച്ച് പറയുന്നവരുണ്ട്, അതായത് തിരിച്ച് വനവാസം കഴിഞ്ഞ് വന്ന് ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടി പുറത്ത് സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന അങ്ങനെയുള്ള രണ്ട് രൂപങ്ങൾ, അങ്ങനെ രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ പൊതുവെ അറിയപ്പെടുന്നത് പാദസേവ ചെയ്ത് ധ്യാനത്തിലിരിക്കുന്ന ഒരു രൂപം എന്നുള്ളതിലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ അമ്പലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവരുടെ ഉത്സവക്കാലവും അങ്ങനെ എല്ലാം ഭയങ്കര പ്രത്യേകതയാണ്. 10 ദിവസത്തെ ഉത്സവവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കാര്യസാധ്യത്തിന് ഏറ്റവും ഉള്ളൊരു വഴിപാടാണ് താമരമാല ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്. അവിടെ അമ്പലത്തിൽ താമരമാല കെട്ടാനായിട്ട് വാരസ്യന്മാരെല്ലാവരും ഉണ്ടാവും. നിങ്ങളുടെ ഏത് ആഗ്രഹമാണോ, എന്ത് ആഗ്രഹമാണോ അത് ഭഗവാന് ചെന്ന് കണ്ട് പറഞ്ഞ് ഒരു നെയ്യ് വയ്ക്കുക. അവിടെ നെയ്യ് വയ്ക്കുന്നതും ഭയങ്കര പ്രധാനമുള്ള കാര്യമാണ്. നെയ്യ് വെച്ചിട്ട് എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഭഗവാൻ എനിക്ക് നടത്തി തരണം എന്ന് പറഞ്ഞ് പോരുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നടന്നതിന് ശേഷം താമരമാല കൊടുക്കാം. ആദ്യം ഒരു നെയ്യ് വെച്ചിട്ട് പിന്നെ ആഗ്രഹം നടന്നതിന് ശേഷം താമരമാല സമർപ്പിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം നടക്കുന്നവരെ നിങ്ങൾക്ക് താമരമാല കൊടുക്കാം. അത് നിങ്ങളുടെ ഔചിത്യം പോലെ നിങ്ങൾ ചെയ്യുക. വളരെ വളരെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രവും അമ്പലമാണ്. അവിടെ ഉപദേവതകളില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഹനുമാൻ്റെ സങ്കല്പവും അമ്പലത്തിൻ്റെ പുറത്തായിട്ടൊരു ഗണപതിയുടെ ഇത് മാത്രമേ ഉള്ളൂ. ഉള്ളിൽ ബാക്കിയുള്ള ക്ഷേത്രങ്ങൾ കാണുമ്പോൾ ഉപദേവതകളില്ല, സുഗന്ധവ്യഞ്ജനങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല. അവിടെ ആകെ ഉപയോഗിക്കുന്നത് താമരമാല, തിരുമുടിമാല എന്ന് പറയുന്നത് തുളസിയാണ്, തുളസിയുടെ മാലയാണ്. ദീപാരാധനയില്ല. അവിടെ അത്താഴപൂജ എന്ന് പറഞ്ഞ സങ്കല്പം മാത്രമേ ഉള്ളൂ. അത്താഴപൂജയ്ക്ക് നട തുറക്കും, അങ്ങനെ മാത്രമേ ഉള്ളൂ. മറ്റേ ദീപാരാധന കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. 4 സൈഡും അമ്പലത്തിൽ കുളമാണ്, 4 സൈഡും. അതിലുള്ളിലത്തെ കുളത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് മീനുകളുണ്ട്. പക്ഷേ നമുക്ക് ഒരിക്കലും ഒരു തവളയോ പാമ്പോ മറ്റുള്ള ജീവികളോ ഒന്നും ആ കുളത്തിൽ കാണാൻ പറ്റില്ല. മീനിനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റില്ല. അവർ പറയുന്നത് പണ്ടത്തെ മുനിമാർ ഋഷിമാരൊക്കെയാണ് ആ മീനായിട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ പറയുന്ന സങ്കല്പം. കർക്കിടക മാസത്തിൽ 4 അമ്പലങ്ങളിൽ ഒരു അമ്പലമാണ് ഭരതക്ഷേത്രം. അതുപോലെ തന്നെ അവിടെ എന്തിട്ടാലും ആ മണ്ണിൽ എന്ത് നമ്മൾ കൊണ്ട് മുളപ്പിക്കാനിട്ടാലും അത് മുളയ്ക്കില്ല. അതിപ്പോൾ തുളസി ആണെങ്കിലും എന്താണെങ്കിലും എന്ത് മുളയ്ക്കാനായിട്ട് ഇട്ടാലും അത് മുളയ്ക്കില്ല. അങ്ങനെ ആ അമ്പലത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അപ്പോൾ കാര്യസാധ്യത്തിന് മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അത് എനിക്കൊക്കെ ഒരുപാട് അനുഭവമുണ്ട്. കാരണം അവിടെ കൊടിയേറ്റത്തിന് നമ്മൾ വിചാരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഒരു കാര്യം അടുത്ത കൊടിയേറ്റാകുമ്പോഴേക്കും അത് നടന്നിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഉത്സവത്തിന് കൊടി കയറുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം അടുത്ത കൊടിയേറ്റാകുമ്പോഴേക്കും അത് നടക്കും, അല്ലെങ്കിൽ അതിലൊരു തീരുമാനമാക്കി തരും. നമ്മൾ താമരമാല നേർന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ വാരസ്യന്മാർ മാല കെട്ടാനായിട്ട് ഇരിക്കുന്നുണ്ടാവും. അവർക്ക് ഒരു പുത്തൻ പണം കൊടുക്കണം. അതായത് 10-ൻ്റെയോ 20-ൻ്റെയോ 50-ൻ്റെയോ നിങ്ങളുടെ യുക്തി പോലെ ഒരു നോട്ട് കൊടുക്കണം. എന്നാലാണ് അത് മുഴുവനാവുള്ളൂ. അപ്പോൾ അതും കൂടെ നമ്മൾ ഓർത്ത് വയ്ക്കണം. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ കാര്യം നടന്നതിന് ശേഷം താമരമാല ചെയ്യാം, കാര്യം നടക്കുന്നവരെ താമരമാല ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അതിന് മുന്നായിട്ട് ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് ആഗ്രഹം പറഞ്ഞ് അവിടെ നെയ്യ് വെച്ച് പോരണം. പോരുന്നതിന് മുന്നേ ഇവിടെ ഈ വാരസ്യന്മാർക്ക് പൈസയും കൊടുക്കണം.
പിന്നെ എപ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ താമരമാലയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ തൊഴാൻ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴും അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അവിടുത്തെ ജീവനക്കാർക്ക് 10 രൂപ കൊടുക്കുക, എന്നാലേ അത് മുഴുവനാവുള്ളൂ എന്നാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. അപ്പോൾ എന്തായാലും നിങ്ങൾ പോകണം. അറിയാത്തവർ ഉണ്ടാവും ചിലപ്പോൾ ഈ അമ്പലത്തിനെ പറ്റിയിട്ട്. നമ്മൾ നോക്കുമ്പോൾ ഗൂഗിളിലും അതുപോലെ തന്നെ നമ്മൾ PSCക്കൊക്കെ പഠിക്കുമ്പോൾ അവർ പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം കുടിൽമാണിക്യ ക്ഷേത്രമെന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ എല്ലാ പുസ്തകങ്ങളിലും കുടിൽമാണിക്യ